നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ ഇപ്പോൾ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുകയാണ്. പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. പോലീസ് വാഹനം DMK പ്രവർത്തകർ തടഞ്ഞിരിക്കുന്നു. അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറുകയാണ്. ഒരു വാക്ക്, ഒരു ദ്വയാർത്ഥ പരാമർശം അതൊരിക്കലും ന്യായീകരിക്കാനാകില്ല. ഒരു നേതാവെന്ന രീതിയിൽ അദ്ദേഹം പൊതു ഇടത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ച് അത്തരത്തിൽ ഒരു വാക്ക് പറയേണ്ടിയിരുന്നില്ല. എങ്കിൽ പോലും ഈ ഒരു അറസ്റ്റ്, ഇത്തരത്തിലൊരു കസ്റ്റഡിയിലെടുക്കൽ അത് അനിവാര്യമായിരുന്നോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. വിജയ് ഈ കാണിച്ചത് ഒരു ബുദ്ധിമോശമാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കൽ, വീട് വളഞ്ഞ് കസ്റ്റഡിയിലെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടേണ്ടതുണ്ടായിരുന്നോ? ഇതൊരു പ്രതികാര നടപടിയല്ലേ? ഇത്തരത്തിലൊരു പ്രതികാര നടപടിയിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ഒരു വശത്ത് ശക്തമാകുന്നത്. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ വേദിയിലാണ് മുഖ്യമന്ത്രി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് തൃഷ, ഇവർക്കെതിരെ ദ്വയാർത്ഥ പരാമർശം ഉദയനിധി സ്റ്റാലിൻ നടത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നതൊരു ചോദ്യമാണ്. തഞ്ചാവൂരിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. എന്തായാലും അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ചോദ്യം ചെയ്യും. അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നതൊരു ചോദ്യം. അദ്ദേഹം വണ്ടിയിൽ ചിരിച്ചൊക്കെ ഇരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും തമിഴ്നാട് അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ഈ അറസ്റ്റിൽ. പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന കാഴ്ചകൾ തമിഴ് മക്കളെ ഒന്നടങ്കം വിഷമിപ്പിച്ചിരിക്കുകയാണ്, നടുക്കിയിരിക്കുകയാണ്. ഇതിന് മുന്നേ നടന്ന ഒരു അറസ്റ്റ്, അതും തമിഴ്നാടിന്റെ ഉള്ളുലച്ച ഒരു അറസ്റ്റ്, ആ ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കരുണാനിധിയെ ഒരിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാടിന്റെ ഉള്ളുലഞ്ഞ അറസ്റ്റായിരുന്നു. അയ്യോ കൊലപ്പെണ്ണാതെ, അയ്യോ കൊലപ്പെണ്ണാതെ. 2001 തമിഴ്നാടിന്റെ ഉള്ളുലച്ച ഒരു കരച്ചിൽ. 2001 ബലം പ്രയോഗിച്ച് കരുണാനിധിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകുമ്പോൾ ഉദ്യോഗസ്ഥരെ തട്ടിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് കരുണാനിധി ഉറക്കെ കരഞ്ഞതാണ് അയ്യോ കൊലപ്പെണ്ണാതെ, അയ്യോ കൊലപ്പെണ്ണാതെ. 2001 ജൂൺ 30 പുലർച്ചെ 2:30 അഴിമതി കുറ്റങ്ങൾ ചുമത്തി ജയലളിത സർക്കാർ കരുണാനിധിക്കെതിരെ അറസ്റ്റിന്റെ നടപടിയിലേക്ക് കടന്നത്. ഗോപാലപുരത്തെ വസതിയിലെത്തിയ പോലീസ് കരുണാനിധിയെ അറസ്റ്റ് ചെയ്യുന്നതായി അറിയിച്ചു. എന്തിനാണ് അറസ്റ്റ് എന്നും വാറന്റ് എവിടെയെന്നും ചോദിച്ച കരുണാനിധിയെ വലിച്ചിഴച്ച് ജീപ്പിൽ കയറ്റി. തടയാനെത്തിയ കേന്ദ്രമന്ത്രിമാരായ TR ബാലുവിനെയും മുരശ്ശേരി മാരനെയും മർദ്ദിച്ചു. സ്റ്റാലിന്റെ വീട് വളഞ്ഞെങ്കിലും അവിടെ ഇല്ലാതിരുന്നതിനാൽ അന്ന് അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടന്നില്ല. പിറ്റേന്ന് കീഴടങ്ങിയ സ്റ്റാലിനും ഒടുവിൽ ജയിലിൽ, ബാലുവും മാരനും ജയിലിൽ. മുതിർന്ന നേതാവിനെ രായ്ക്കു രാമാനം അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് സംസാരിക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി 5 വട്ടം ജയലളിതയെ ഫോണിൽ വിളിച്ചു. പക്ഷേ ഫോൺ എടുത്തില്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ ഒരു വശത്ത് ശക്തമാണ്. എങ്കിലും ആ ദൃശ്യങ്ങൾ അത് പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന, പലർക്കും വേദന ഉളവാക്കുന്ന ദൃശ്യങ്ങളാണ് കരുണാനിധിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ആ ഒരു കാഴ്ച. 77 വയസ്സുള്ള മുൻ മുഖ്യമന്ത്രിയെ വലിച്ചിഴച്ച് ജീപ്പിൽ കയറ്റുന്ന ദൃശ്യങ്ങളും അദ്ദേഹത്തിന്റെ നിലവിളിയും ഒക്കെ അന്ന് സംപ്രേഷണം ചെയ്തത് സൺ TV ആയിരുന്നു. കലൈഞ്ചർക്ക് വേണ്ടിയുള്ള ആത്മഹത്യകളും പ്രതിഷേധങ്ങളും പിന്നീട് അങ്ങോട്ട് പതിവായി ഈ അറസ്റ്റിന് പിന്നാലെ. എന്നാൽ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് കരുണാനിധി അന്ന് അറസ്റ്റ് ചെയ്തത് സ്മരിച്ചു എന്ന് ചോദിച്ചാൽ, എന്തായാലും ഇന്ന് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റും ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് നടത്തിയ അറസ്റ്റ് എന്നാണ് വിദഗ്ധരടക്കം വിശേഷിപ്പിക്കുന്നത്. ഒരു ദ്വയാർത്ഥ പരാമർശം നടത്തി, അതൊരിക്കലും ന്യായീകരിക്കാനാകില്ല. തെറ്റ് തന്നെയാണ്. എങ്കിൽ പോലും ഇത്തരത്തിൽ വീട് വളഞ്ഞ് ഒരു കൂട്ടം പോലീസുമായൊക്കെ വന്ന് അദ്ദേഹത്തെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യകത അതിലുണ്ടായിരുന്നു എന്ന ചോദ്യം ഒരു ഭാഗത്ത് വിദഗ്ധരടക്കം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിലുള്ള, ആ തലമുറയിൽപ്പെട്ട ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ കരുണാനിധിയെ അന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ, ഒരു പ്രതികാര നടപടിയിൽ എന്നോണം അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ആ ദൃശ്യങ്ങളും പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നു പോകും. എന്തായാലും തന്റെ പിന്തുടർച്ച അവകാശം കരുണാനിധി നൽകിയത് സ്റ്റാലിനാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഉദയനിധി സ്റ്റാലിൻ. എന്തായാലും അധികാരം അത്ര എളുപ്പം സ്റ്റാലിന് കൈമാറിയിരുന്നില്ല കരുണാനിധി. ചരിത്രം ഒരുപാടുണ്ട്. കരുണാനിധിയുടെ ആരോഗ്യം അത്ര കണ്ട് മോശമായപ്പോൾ മാത്രമാണ് സ്റ്റാലിൻ പ്രവർത്തനാധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത്. റെഡ് ജയൻ പിക്ചേഴ്സ് പോലുള്ള വൻകിട സിനിമാ നിർമ്മാണ കമ്പനികളുടെ ഉടമസ്ഥനും താരവുമായ മകൻ ഉദയനിധി സ്റ്റാലിനെ രാഷ്ട്രീയത്തിൽ വളർത്താൻ സ്റ്റാലിൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി പ്രതിപക്ഷ നേതാവാക്കി. ഇപ്പോൾ ഒരു പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹം ഒരു പ്രതികാര നടപടി നേരിടുകയാണോ എന്ന ചോദ്യമൊക്കെ ഒരു വശത്ത് DMK പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്.
എന്തായാലും എന്താണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റിലേക്ക് നയിക്കപ്പെട്ടതെന്ന് വിശദമായി നോക്കാം. ആ റിപ്പോർട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വാവിട്ട ഒരു വാക്ക്, അതാണ് ഉദയനിധി സ്റ്റാലിൻ ഇന്ന് പോലീസ് കസ്റ്റഡിയിലാകാൻ കാരണമായിരിക്കുന്നത്. കാവേരി നദീജല വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധത്തിനിടെ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ഒരു പരാമർശം, നടി തൃഷയ്ക്കെതിരെ നടത്തിയ ദ്വയാർത്ഥ പരാമർശം എന്ന തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നു. അത് വലിയ വിവാദത്തിലാവുകയായിരുന്നു. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വീട് വളഞ്ഞായിരുന്നു പോലീസ് ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തത്. തഞ്ചാവൂരിൽ കാവേരി വിഷയത്തിൽ DMK സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിക്കിടെയാണ് സംഭവം. കാവേരി വിഷയത്തിൽ മുഖ്യമന്ത്രി വിജയ് മിണ്ടുന്നില്ലെന്നും അദ്ദേഹത്തിന് ആകെയുള്ള ജോലി DMKക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നതാണെന്നും ഉദയനിധി പറഞ്ഞു. അപ്പോൾ പ്രവർത്തകർ തൃഷ എന്ന് കൂട്ടത്തോടെ വിളിച്ചു. പ്രസംഗം നിർത്തിയ ശേഷം ഉദയനിധി നടത്തിയ പരാമർശവും വിവാദമായി. കാവേരിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയിട്ടില്ല. പക്ഷെ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് വാ തുറന്നിട്ടുണ്ടോ? ഇല്ല. DMKക്കെതിരെ തെറ്റായ കേസുകൾ ഫയൽ ചെയ്യുന്നതിൽ മാത്രമാണ് അദ്ദേഹത്തിന് ആശങ്കയുള്ളത് എന്നായിരുന്നു പറഞ്ഞത്. പിന്നാലെ നടത്തിയ ഒരു പരാമർശം, ഇതിനു പിന്നാലെ സദസ്സിൽ നിന്നും തൃഷ എന്ന വിളികൾ, അതായത് സദസ്സിൽ നിന്നും അത്തരത്തിൽ വിളികൾ ഉയർന്നപ്പോൾ വിജയിയുടെ സുഹൃത്തും സഹനടിയും ഒക്കെയായി പ്രവർത്തിച്ചിരുന്ന തൃഷയെക്കുറിച്ച് ഉദയനിധി ദ്വയാർത്ഥ പരാമർശം നടത്തുകയായിരുന്നു. സംഭവം വലിയ രീതിയിലാണ് വിവാദമായത്. ദ്വയാർത്ഥ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ കടന്നാക്രമിക്കുകയുണ്ടായി TVK BJP നേതാക്കൾ. BJP TVKയും ഒക്കെ പ്രതിപക്ഷത്തിനെതിരെ ആക്രമണം നടത്തി. അറപ്പുളവാക്കുന്ന പരാമർശം എന്നായിരുന്നു TVK MLA രേവന്ത് ചരൺ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. അതായത് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് കുറിച്ചത് ഇപ്രകാരമാണ്: അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന പരാമർശമാണ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയത്. ആർക്കെതിരെയും ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ പരാമർശങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല. പരാമർശം അക്കൂട്ടരുടെ മനോഭാവവും രാഷ്ട്രീയ സംസ്കാരവും നിലവാര തകർച്ചയുമാണ് വെളിപ്പെടുത്തുന്നതെന്നും ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും തരംതാണ പ്രവൃത്തിയാണെന്നും രേവന്ത് ചരൺ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ദ്വയാർത്ഥ പരാമർശത്തിന് ഉദയനിധി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP മുഖ്യ വക്താവ് നാരായണൻ തിരുപ്പതി രംഗത്തെത്തുകയുണ്ടായി. സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് BJP മുഖ്യ വക്താവ് നാരായണൻ തിരുപ്പതി ആവശ്യപ്പെട്ടു. തഞ്ചാവൂരിൽ മുഖ്യമന്ത്രി വിജയെയും തൃഷയെയും കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ദ്വയാർത്ഥം പ്രയോഗം അറപ്പുളവാക്കുന്നതും അശ്ലീലവും മ്ലേച്ഛവും ലജ്ജാകരവുമാണ്. അമ്മയും ഭാര്യയും മകളുമുള്ള ഒരു വ്യക്തിയും ഇത്രയും നീചമായി സംസാരിക്കില്ല. ഇത്തരത്തിൽ സംസാരിക്കുന്നവരോട് ഒരു അമ്മയും ഭാര്യയും മകളും ക്ഷമിക്കില്ല. എന്നാൽ ദ്രാവിഡ മോഡൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ പരസ്യമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കണ്ടു നിൽക്കുന്നു എന്നത് ലജ്ജാകരമാണ് എന്നായിരുന്നു നാരായണൻ തിരുപ്പതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. അതേസമയം മുൻ ഉപമുഖ്യമന്ത്രി കൂടിയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിൻ. അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഈ പരാമർശത്തിന് പിന്നാലെ ഉയരുന്നത്. TVK പ്രവർത്തകരും വനിതാ മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ ഉദയനിധിയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തി. അതേസമയം ഉദയനിധി ആരുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് DMK ഉയർത്തുന്ന മറുവാദം. അതേസമയം TVK MLA രേവന്ത് ചരൺ പ്രതികരിച്ചിരിക്കുന്നു. കാരണം DMKയുടെ പ്രവർത്തനം തികച്ചും അനുചിതമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇത്തരം പ്രവർത്തികൾ അറിവാലയം, അതായത് DMK കുടുംബത്തിന്റെ മാനസികാവസ്ഥയും തരംതാഴ്ന്ന നിലവാരത്തെയുമാണ് പുറത്തു കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. എന്തായാലും സംഭവം കൈവിട്ടു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഉദയനിധിയുടെ അറസ്റ്റിലേക്ക് കസ്റ്റഡിയിലെടുക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. വീട് വളഞ്ഞായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ DMK പ്രവർത്തകർ പോലീസ് വാഹനം തടയുകയുണ്ടായി. വലിയൊരു പോലീസ് വാഹനം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ DMK പ്രവർത്തകരുടെ പ്രതിഷേധം അത് മറികടന്ന് മുന്നോട്ട് പോവുക വളരെ ശ്രമകരമാണ്. അത്തരത്തിൽ വളരെ പാടുപെട്ട് അവർ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളോട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം TVK ദേശീയ വനിതാ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. അതായത് ദ്വയാർത്ഥ പരാമർശത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായിട്ടാണ് TVK വനിതാ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. പരാമർശം സ്ത്രീകളെ വസ്തുവൽക്കരിക്കുന്നതും പൊതുവേദികളിലെ സ്ത്രീകളോടുള്ള വാക്കാലുള്ള അധിക്ഷേപത്തെ സാധാരണവൽക്കരിക്കുന്നതുമാണെന്ന് TVK പരാതിയിൽ ആരോപിച്ചു. ഉന്നത രാഷ്ട്രീയ വേദിയിൽ ഒരു പ്രമുഖ വനിതയെ ലക്ഷ്യമിട്ട് അപമാനകരവും ഇരട്ടർത്ഥമുള്ളതുമായ പരാമർശം നടത്തിയെന്നും TVK ചൂണ്ടിക്കാട്ടി. പൊതുപ്രവർത്തകരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മാന്യതയ്ക്കും പൊതുവേദിയിലെ പെരുമാറ്റച്ചട്ടങ്ങൾക്കും വിരുദ്ധമാണ് ഇത്തരം പ്രസ്താവനകളെന്നും പാർട്ടി ആരോപിച്ചു. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ ഇടപെട്ട് ഉദയനിധി സ്റ്റാലിന് നോട്ടീസ് നൽകണമെന്നും TVK ആവശ്യമുന്നയിച്ചു. തൃശയെ ലക്ഷ്യമിട്ട് സ്ത്രീകളെ വസ്തുവൽക്കരിക്കുന്നതും അശ്ലീല സ്വഭാവമുള്ളതുമായ ഭാഷ ഉപയോഗിച്ചതിന് ഉദയനിധി നിരുപാധികമായി പരസ്യമായി മാപ്പ് പറയണമെന്നും പരാതിയിൽ ആവശ്യമുയർന്നു. സ്ത്രീയുടെ മാന്യതയെ അപമാനിച്ചെന്ന ആരോപണത്തിൽ ഉദയനിധിക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നും TVK ആവശ്യമുയർത്തി. വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുന്നതും പാർട്ടി പരിഗണിച്ചു.
പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ. എന്തായാലും ഉദയനിധിയുടെ ഈ ഒരു പ്രസംഗത്തിനെതിരെ TVKയ്ക്കൊപ്പം BJP രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഇത്തരം പരാമർശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും രാഷ്ട്രീയ നേതാക്കളുടെ പൊതുപ്രസംഗങ്ങളുടെ നിലവാരം താഴ്ന്നു വരുന്നതിന്റെ ഉദാഹരണമാണ് ഇതെന്നും TVK നേതാക്കൾ പ്രതികരണം നടത്തിയിരിക്കുകയാണ്.